ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേട്ടന് കുറച്ച് കായൽ മീൻ കൊണ്ടുന്നുണ്ട്. ഈ മീനിന്റെ പേരാണ് വയമ്പ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണെന്ന് കമന്റ് ചെയ്യാട്ടാ. അപ്പൊ നമുക്ക് ഈ മീൻ അവിയൽ വെക്കാം. ഞങ്ങളുടെ നാട്ടിൽ അവിയൽ വെക്കാനാണ്, ചില നല്ല പീര വെക്കാന്നും പറയും. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. പക്ഷെ ഇത് നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് പീര വെക്കാൻ ഒരു 5 മിനിറ്റ് മതി. പക്ഷെ നന്നാക്കണം. അപ്പൊ നമുക്ക് പീര വെക്കാം. ഡിങ്കു വെയിറ്റിംഗിലാണ് മീൻ തിന്നാൻ വേണ്ടിട്ട് കേട്ടാ. അപ്പൊ എന്നെ കൊണ്ട് തനിച്ചത് പറ്റില്ല. അപ്പൊ ഞാൻ ചേട്ടനോട് വിളിക്കാൻ, ചേട്ടാ വാ. അപ്പൊ നമുക്ക് ഇനി ഇത് നന്നാക്കിയതിനു ശേഷം ബാക്കിയുള്ള പരിപാടി കാണിക്കാം. ഓക്കെ, നമ്മളുടെ ഇവിടെ മീൻ നന്നാക്കി എടുക്കാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. റെഡി ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മീനവിയൽ എന്നാണ് നമ്മുടെ അവിടെ പറയാ. പീരാന്നും പറയട്ടാ. പല സ്ഥലങ്ങളിലും പല പേരാ. അപ്പൊ നമ്മുടെ അവിടെ മീനവിയൽ എന്നാണ് പറയാ. ഇത് വയമ്പ് ഇട്ടാ. വയമ്പ് ഇപ്പോ നമ്മുടെ അവിടെ പാടൊക്കെയാണ്, ചുറ്റും പാടം കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മള് കാലത്ത് നമ്മുടെ അങ്ങാടി എന്നാണ് നമ്മുടെ സ്ഥലത്തിന്റെ പേര്. തൃശ്ശൂർ ജില്ലയില് കുന്നത്തങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തിന് അപ്പൊ നിറച്ച് മീൻപിടുത്തക്കാരാണ് നമ്മുടെ അവിടെ കേട്ടോ. കായൽ മീൻ പിടിക്കുന്ന ചേട്ടന്മാരാണ്. അപ്പൊ കുറച്ച് വയമ്പ് നമ്മൾ മേടിച്ചിട്ടാ തീരെ വെക്കാനാണ്. അപ്പൊ ഡിങ്കു ഇട്ടാ. അതായത് ഡിങ്കു ഇരുന്ന് മീൻ തിന്നണൊക്കെ എന്താ ഇതാണ് ഡിങ്കുട്ട, നമ്മുടെ പൂച്ചക്കുട്ടൻ ഡിങ്കു. അപ്പൊ ഇത് നന്നാക്കാൻ കുറച്ച് പാടുണ്ട്. അപ്പൊ ഞാൻ പൊല്ലൂസിനെ ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ, ഇരുമ്പാമ്പുളി, വേപ്പല, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വേണം. അപ്പൊ അതൊക്കെ പൊട്ടിക്കാം. അപ്പൊ പൊടി ഒന്ന് അവിടെ കാണിച്ചു കൊടുത്തത്, നന്നാക്കിയിട്ട് കാണിച്ചു കൊടുത്തത്. അപ്പൊ അതായത് നമ്മളിത് ഇത്ര നന്നാക്കിയിട്ട് ഇത്രയും നന്നാക്കാണ്ടിട്ടാ. അപ്പൊ പൊന്നൂസ് കുറച്ച് പണിയാണ്. അപ്പൊ അതുകൊണ്ട് വലിയ പയമ്പൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പൊ പലിങ്ങീനൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ടൈപ്പ് മഴ പെയ്തോടുകൂടി ഇപ്പൊ വീശുമ്പോ നമ്മുടെ അടുത്ത് ചേട്ടന്മാർക്ക് ഇതാണ് കൂടുതൽ കിട്ടണ കേട്ടാ. അപ്പൊ ഞാൻ നന്നാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തിട്ടേക്കാന്ന് നമ്മൾ പറയാട്ടാ. ഈ കായലിന് ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്താവാട്ടോ. കായലിന് ഇഷ്ടമില്ലാത്തവരാരുള്ളേ? അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് നമ്മുടെ പീരയ്ക്ക് മെയിനായിട്ട് വേണ്ടത് ഇരുമ്പാമ്പുളിയാണ് കേട്ടോ. ഈ ഇരുമ്പാമ്പുളി പൊട്ടിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി മൂക്കാത്തത് നോക്കി പൊട്ടിക്കുക, കുറച്ച് മതി. അപ്പോൾ ഇവിടെ ഇരുമ്പാമ്പുളി നമ്മുടെ പൊന്നൂസിൻ്റെ വീടാണ് ഇട്ടത്. പൊന്നൂസിൻ്റെ വീട്ടിൽ കുറച്ചുണ്ട്, പിന്നെ അപ്പുറത്തെ സുന്ദരിൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, വലിയ മൂക്കാത്തത് നോക്കിയിട്ട് ഒരു 5-10 മതി കേട്ടോ. ഒക്കെ പുളി കിട്ടാൻ വേണ്ടിയിട്ട്. ചിലവര് കൊടംപുളി ഇരുന്നവരുണ്ട്, ഇരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് എന്താ പറയാ, ഇരുമ്പാമ്പുളി ഇട്ടാ, പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടാം. അപ്പൊ നമ്മള് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടാ, കണ്ടാ. അപ്പൊ ഇത് മതി. അപ്പൊ പൊന്നൂസ് അവിടെ മീൻ കഴിക്കൊണ്ടിരിക്കണം. അപ്പോഴേക്ക് ബാക്കിയുള്ള സെറ്റപ്പുകൾ ചെയ്യണം, ഒരു ഹെൽപ്പ്. അതെ, നമ്മുടെ ഡിങ്കപ്പ മീൻ തിന്ന് തളർന്ന് കിടക്കണം കേട്ടാ. ഡിങ്കു മീൻ തിന്നാ. അപ്പൊ ആൾക്ക് കുറച്ച് മീൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളത് തിന്നത് അമ്മ വരണത് നോക്കിക്കാട്ടെ. അമ്മ അവിടെ മീൻ കഴുകുന്നുണ്ട്. അപ്പൊ അത് നോക്കിയിരിക്കാടാ. അമ്മ അവിടെ. അപ്പൊ നമ്മള് 1 കിലോ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നന്നാക്കി അത് 1/2 കിലോ ആയി. നമുക്കിത് ചേട്ടനും മോളൊക്കെ ഇരുമ്പാമ്പുളി പൊട്ടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ കറി വെക്കാം കാണാം. അപ്പൊ മീനൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങള്: ഉപ്പ്, മഞ്ഞപ്പൊടി, നാളികേരം, ഇരുമ്പാമ്പുളി, വേപ്പിന്റെ ഇല, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്. മീൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ. ഇതൊക്കെ ഇനി ഈ മീനിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് കുഴയ്ക്കാം. മീനൊന്നും ഉടയാണ്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പൊ നമുക്കൊക്കെ ഇടാം. ആവശ്യത്തിന് മഞ്ഞപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, കുറച്ചല്ല. പിന്നെ വേപ്പിന്റെ ഇല, നല്ല മണായിരിക്കും ഒരാവി വരുമ്പോ വേപ്പിന്റെ ഇലക്ക്. പിന്നെ നമ്മുടെ പുളി, ഇരുമ്പാമ്പുളി കേട്ടാ. അധികം മൂക്കാത്ത ഇരുമ്പാമ്പുളിയാണ്. അപ്പൊ നല്ല ടേസ്റ്റ് ഇന്ന് വാടി വരുമ്പോ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, സബോള അല്ലെങ്കിൽ ചെറുള്ളി ചതച്ചത്. പിന്നെ നമ്മുടെ മെയിൻ സാധനം നാളികേരം.
പല നാട്ടിലും പല രീതിയിലാണ് ഇട്ട് വെക്കുന്നത്. ഞങ്ങൾ പക്ഷെ ഇങ്ങനെയാണ് വെക്കുക. പിന്നെ ചിലവര് ഇതില് നല്ല ജീരകല്ലേ അതൊന്ന് കുറച്ചൊന്ന് ഇടും ചിലവര്. ഇവിടെ ചേട്ടന് ഇവിടെ ഇതാദ്യം കുഴക്കട്ടെ. ചേട്ടനെ നല്ല ജീരകം വലിയ താല്പര്യമില്ല. നന്നായി കണ്ട നമ്മളിങ്ങനെ ബലം പിടിച്ച് കുഴക്കരുത് കേട്ടാ. ബലം പിടിച്ച് കുഴച്ച് കഴിഞ്ഞാൽ മീനൊക്കെ നാശായിപ്പോ. അങ്ങനെ ആവശ്യത്തിന് നന്നായി കുഴക്കാം. മഞ്ഞപ്പൊടി ഇത്തിരി കൂടി ഇടാം, കാരണം വലിയ ഉപയോഗിച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി കുറച്ച് മതി കേട്ടാ. മതി. ഓക്കെ, നന്നായി കുഴക്കാം. കുഴക്കുമ്പോ ഇതിന്റെ ഒരു മണം വരും. വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കുഴക്കുമ്പോ നല്ല മണമായിരിക്കും. അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂട്ടി ഇങ്ങനെ കുഴക്കാം നന്നായിട്ട്. ഞാൻ ചമ്മന്തിയുടെ മണം അടിക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടാ. ചമ്മന്തി നന്നായി കുഴച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ചു നേരം വെക്കാം. പൊത്തി വെക്കാം, പൊത്തി ഒന്ന് വെക്കുക. എന്നിട്ട് അപ്പൊ നമ്മള് ഈ പൊത്തി വെച്ച മീൻ കണ്ടില്ലേ, ഇനി ഒരു കിണ്ണത്ത് മൂടി വെച്ചിട്ട് ഗ്യാസിന്റെ ആണെങ്കിൽ സിമ്മിലിട്ടിട്ട് ചെറു തീയിലൊന്ന് അടിപൊളിയായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് മതി. നന്നാക്കാൻ കുറെ സമയം ഉണ്ടെങ്കിലും നമുക്കിത് ശരിയാവാൻ ഒരു 10 മിനിറ്റ് മതി. ഇടയ്ക്ക് ഒന്ന് നിങ്ങളൊന്ന് ഒന്ന് ഇളക്കി മറക്കണം. പക്ഷെ ഇളക്കുമ്പോ നിങ്ങൾ സൂക്ഷിക്കണം, മീൻ ഉടയരുത്. പതുക്കെ സൈഡിൽ ഇങ്ങനെ ആക്കിയിട്ട് വേണം മറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മറക്കണ സമയത്ത് വെളിച്ചെണ്ണ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ സമയത്തൊന്ന് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉപ്പ് കുറവുണ്ടെന്ന് നോക്കി ഒഴിച്ച് വീണ്ടും ഒരു 10 മിനിറ്റ്. അപ്പൊ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി ബാക്കി വേവിച്ചതിന് ശേഷം അപ്പൊ നമ്മുടെ മീൻപീര റെഡിയായി. നല്ല മണം കേട്ടാ. ഇത് വേവുമ്പോ തന്നെ ആ മണം ശരിക്കും ഉണ്ടായിരുന്നു. കുഴക്കുമ്പോ ഒരു മണം ഉണ്ടായിരുന്നു. ആവിലിട്ട് വെന്തപ്പോ അതിനേക്കാൾ നല്ല മണാണ്. കഴിച്ചു നോക്കാം. അടിപൊളിയുണ്ട്. പൊടിമുളക് മീനാണ് കഴിക്കണത്. പിന്നെ ഇത് കുഞ്ഞേ ചാള, പിന്നെ ചൂട, അങ്ങനെ 2-3 മീനുണ്ട്. അപ്പൊ അത് വെച്ചിട്ടൊക്കെ മീൻപീര ഉണ്ടാക്കാട്ടാ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് വെക്കുക, പക്ഷെ പല നാട്ടിലും പല വിധത്തിലാണ് വെക്കണത്. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെക്കുക, ടേസ്റ്റ് ചെയ്യാം, കമന്റ് ചെയ്യാട്ടാ, മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ എല്ലാവർക്കും ശുഭദിനം. ടാറ്റാ.